ഹൈ ഗൈസ്, സോ നിങ്ങളുടെ മാർക്കറ്റ് സെഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ പാർട്ട് 1 തീർന്നിരിക്കുകയാണ്. അതായത് പാർട്ട് 1 പാർട്ട് 1 മാർക്കറ്റ് പ്രിൻസിപ്പിൾസ്, പാർട്ട് 2 ചാർട്ടിംഗ് ഫൗണ്ടേഷൻ, 2 പാർട്ടായിട്ട് പാർട്ട് 1 നമ്മൾ ടോട്ടൽ ഐ തിങ്ക് ഓവർ 26 ചാപ്റ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് മാർക്കറ്റ് സെഷൻസ്. മാർക്കറ്റ് സെഷൻസ് SMCയിലോട്ട്, നിങ്ങളടുത്ത SMCയിലോട്ട് പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ഒരു ചാപ്റ്ററാണ് മാർക്കറ്റ് സെഷൻസ് എന്ന് പറയുന്നത്. സോ വളരെ വ്യക്തമായിട്ട് തന്നെ ഇത് അറിഞ്ഞിരിക്കുക. നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ഏതൊരു ലോക്കൽ മാർക്കറ്റ് ആയാലും എപ്പോഴും എന്ന് പറഞ്ഞാൽ ആ ഒരു മാർക്കറ്റിൽ കച്ചവടം നടക്കണമെന്നില്ല, മനസ്സിലായില്ലേ? ഫോർ എക്സാമ്പിൾ, രാവിലെ ഒരു സമയം, രാവിലെ അവിടെ ഒരു തൊട്ടടുത്ത് അമ്പലം തുറക്കുമെന്ന് വിചാരിച്ചു. ആ ഒരു മാർക്കറ്റ്, ഇതാണ് ഒരു മാർക്കറ്റിനടുത്തൊരു അമ്പലമുണ്ട്. ദെൻ രാവിലെ അമ്പലം തുറന്നിട്ട് അവിടെ ആളുകൾ പൂവൊക്കെ മേടിക്കാൻ വരും. അപ്പോൾ ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു ഷോപ്പിൽ രാവിലെ ഒരു എത്ര മണിക്കാണ് തുറക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അമ്പലങ്ങൾ, ബട്ട് സ്റ്റിൽ 6 AM to 8 AM കൂട്ടാം. ഈ ഒരു ടൈമിൽ നല്ല രീതിക്ക് കച്ചവടം നടക്കും. അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആകുമ്പോൾ, ഉച്ചയ്ക്ക് ഒരു 12 PM to ഒരു 2 PM വരെയൊക്കെ ആകുമ്പോൾ നല്ല വെയിലൊക്കെയാണ്. അപ്പോൾ ആളുകളാരും വരത്തില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ മാർക്കറ്റിൽ കച്ചവടം കുറവായിരിക്കും. പിന്നെ വൈകുന്നേരം നമുക്കൊരു 4 AM PM ടു പിന്നെ രാത്രി ഒരു 8 PM വരെയൊക്കെ രാത്രി തൊട്ടടുത്തൊരു ഫുട്ബോൾ കോർട്ടുണ്ട്. സോ ഫുട്ബോൾ കോർട്ടിൽ കളിയൊക്കെ കഴിഞ്ഞ ആളുകൾ ഒരുപാട് ഫുഡൊക്കെ മേടിക്കും. അതുതന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കും. ഇപ്പോൾ രാത്രി നല്ല രീതിക്ക് കച്ചവടം നടക്കുന്ന മാർക്കറ്റാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാർക്കറ്റിൽ, നമ്മുടെ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ 3 തരത്തിൽ മാർക്കറ്റിനെ തരംതിരിച്ചിട്ടുണ്ട്. ആക്ച്വലി 4 തരത്തിലാണ്, ബട്ട് മെയിനായിട്ട് 3 തരത്തിലാണ്. നമ്മുടെ മാർക്കറ്റിൽ ഓരോ സ്പെസിഫിക് ടൈമുണ്ട്. അതായത് ടൈമിന് പറയുന്ന പേരാണ് ഏഷ്യ, അതുപോലെ ലണ്ടൻ, പിന്നെ ന്യൂയോർക്ക്. ലണ്ടൻ അല്ലെങ്കിൽ നമുക്ക് UK എന്നൊക്കെ പറയാം, ഡിപ്പെൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വെബ്സൈറ്റ് babypips.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ സിഡ്നി എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി ഏഷ്യയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ടോക്കിയോ അതും ഏഷ്യയാണ്, പിന്നെ ലണ്ടൻ, പിന്നെ ന്യൂയോർക്ക്. നമുക്ക് ഈ തരത്തിലുള്ള 4 ടൈപ്പ് ഓഫ് മാർക്കറ്റാണുള്ളത്. അതിൽ 4 ആക്ച്വലി 3 ഉള്ളൂ. ഓക്കെ, 3 ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഉണ്ട്, ബട്ട് കുറേ കൂടി വോളറ്റൈലായിട്ടുള്ള മാർക്കറ്റ്സ് ഈ പറയുന്ന ഏഷ്യ, ലണ്ടൻ ഇങ്ങനെ തിരിച്ചു വെച്ചേക്കുവാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് വഴി വരാം. മാർക്കറ്റ് സെഷൻസ് എന്ന് പറയുന്നത് ക്രിപ്റ്റോയിലും ഫോറക്സിലുമാണ് ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്നത്. നിഫ്റ്റിയിൽ നമുക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ രാവിലെ ഈ ഒരു 9 PM to 3:30 വരെ ആയതുകൊണ്ട് ഇത്ര ടൈമിൽ സെഷൻസിന് ഒരു പ്രാധാന്യമില്ല. ഓക്കെ, സോ ഓക്കെ, മാർക്കറ്റ് സെഷൻസ് 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1 ഏഷ്യ, 2 ന്യൂയോർക്ക്, 3 ലണ്ടൻ. ഈ 3 ടൈപ്പ് ഓഫ് മാർക്കറ്റ് സെഷൻസ്, മാർക്കറ്റ് ടൈമിങ്സ്. ഈ മാർക്കറ്റ് ടൈമിങ്സിൽ ഓരോ സൈക്കോളജി ഉണ്ട്. ആ സൈക്കോളജിയെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് ഏഷ്യയാണ്. നമുക്കറിയാം, ഏഷ്യ എന്ന് പറയുന്നത് ഒരുപാട് ബില്യൺസ് ഓഫ് ആളുകൾ താമസിക്കുന്ന ഒരു കോണ്ടിനെൻ്റാണ് ഏഷ്യ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ 1.something ബില്യൺസ് ഓഫ് പീപ്പിൾ ഉണ്ട്. അതുപോലെ ഓരോ രാജ്യങ്ങൾ ചേരുമ്പോൾ നല്ല രീതിക്കൊരു പോപ്പുലേഷൻ ഉള്ള ഒരു കോണ്ടിനെൻ്റ് തന്നെയാണ് ഏഷ്യ. ബട്ട് നമ്മൾ ഇന്ത്യയിലെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ 1-2 പേരായിരിക്കും അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത്രയും ഇല്ല, മനസ്സിലായില്ലേ? വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതൊരു ഫൈനാൻഷ്യൽ മാർക്കറ്റിലും ഒക്കെ ഇൻവെസ്റ്റിംഗ് എന്നൊരു പർപ്പസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റൊക്കെ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത്. ഏഷ്യ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. മെയിനായിട്ടുള്ള റീസൺ ഫൈനാൻഷ്യലി ബാക്ക്വേർഡാണ്. ഫൈനാൻഷ്യലി അത്ര ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കൺട്രീസ് അല്ല ഏഷ്യയിൽ. അതുപോലെ തന്നെ ആളുകൾ അങ്ങനെ ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആളുകളൊന്നുമല്ല, റിസ്ക് എടുക്കുന്ന ആളുകളൊന്നുമല്ല. ആളുകൾ സൈക്കോളജി പ്ലസ് അവരുടെ എക്കോണമി. ബട്ട് നമ്മൾ US പോയി നോക്കുകയാണെങ്കിൽ, US, കാനഡ ഒക്കെ പോയി നോക്കുകയാണെങ്കിൽ അവിടുത്തെ ആളുകൾ റിസ്ക് എടുക്കാനായിട്ട് വില്ലിങ് ആയിട്ടുള്ളവരാണ്. അതുപോലെ അവർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ക്യാഷ് ഉള്ളവരാണ്. അപ്പോൾ നമ്മൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ റിച്ചസ്റ്റ് ആയിട്ടുള്ള കൺട്രി എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. ഓക്കെ, അവരാണ് വേൾഡ് എക്കോണമിയിലെ നമ്പർ 1. നമ്പർ 2 ചൈന. ബട്ട് ചൈനയിൽ ഇൻവെസ്റ്റിംഗ് ഒന്നും അലൗഡ് അല്ല. അത് വേറെ കേസ്. ഇൻവെസ്റ്റിംഗ് അലൗഡ് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ചൈനയിൽ. ഓക്കെ, അപ്പോൾ ചൈനയിലെ ആളുകളും അങ്ങനെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയൊന്നും ആക്റ്റീവ് ആണ്, ബട്ട് അതിന് വേറെ കുറച്ച് ഇൻസൈഡർ ഇതുണ്ട്. ഒരുപാട് വെയിൽസ് ഒക്കെ ഉണ്ട് ചൈനയിൽ, ബട്ട് അവരൊക്കെ US വളച്ച് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, എനിവേയ്സ്, നമ്മുടെ ഏഷ്യ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫൈനാൻഷ്യലി ബാക്ക്വേർഡാണ്. അതുപോലെ ഒരു എന്തൂസിയാസ്റ്റിക് അല്ല.
പിന്നെ ലണ്ടനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റാൻഡേർഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പീപ്പിളാണ്, അറിയാലോ, നല്ല രീതിക്ക് എക്കോണമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. US നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം എക്കോണമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. പിന്നെ അവർ വേൾഡിലെ തന്നെ നമ്പർ 1 എക്കോണമിയാണ്, സൂപ്പർ പവറാണ്. വേറൊരു കാര്യം, ദെയർഫോർ ഓബ്വിയസ്ലി അവിടെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, നിറയെ രീതിക്ക് ക്യാഷ് അവർ പോർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ വരുവാണെങ്കിൽ 70,000 രൂപ, നമുക്ക് 70,000 രൂപ 1 ലക്ഷം രൂപയൊക്കെ വേണം തുടങ്ങാനായിട്ട്. അപ്പോൾ ഈ ഒരു 70,000 രൂപ 1 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഇൻവെസ്റ്റേഴ്സിന് വളരെ ചെറിയൊരു എമൗണ്ടാണ് കമ്പയർഡ് ടു അവർ കൺട്രി. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാപിറ്റലൊക്കെ വളരെ വലുതാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരുപാട് മണി പോർ ചെയ്യാനായിട്ട് US പറ്റും കമ്പയർഡ് ടു ഏഷ്യ. ഇതുകൊണ്ട് തന്നെ ഈ ഒരു സൈക്കോളജി വെച്ചിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും, ഏഷ്യ മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏഷ്യൻ സെഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ലെസ് വോളറ്റൈലാണ്. വാട്ട് ഐ മീൻ ബൈ വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശക്തി നമ്മൾ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ശക്തിയോടെ നമുക്ക് മാർക്കറ്റിനെ പമ്പ് ചെയ്യാനുള്ള ഡംപ് ചെയ്യാനൊക്കെ പറ്റും, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റും. അതാണ് വോളറ്റിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഏഷ്യയിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് കുറവായതുകൊണ്ട് തന്നെ ഏഷ്യൻ സെഷൻ അല്ലെങ്കിൽ ഏഷ്യൻ ടൈമിൽ ഈ പറയുന്ന ട്രേഡേഴ്സ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഏഷ്യ സെഷനിൽ മാർക്കറ്റ് ഒരു റേഞ്ചിങ് ആയിരിക്കും എന്നാണ് തിയറി. റേഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് വേസ് മാർക്കറ്റ്, അത്ര വോളറ്റൈലൊന്നും അല്ലാത്ത വളരെ വളരെ ലെസ് വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കും ഏഷ്യൻ സെഷനിൽ. സോ ഏഷ്യ എന്ന് പറയുന്നത് മോസ്റ്റ്ലി റേഞ്ചിങ് മാർക്കറ്റ് ആയിരിക്കും. അവിടെ വലിയ ഇങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. മോസ്റ്റ്ലി ഒരു റേഞ്ചിൻ്റെ അകത്തൊക്കെ നിന്ന് പ്ലേ ചെയ്യുന്നതായിരിക്കും. ക്യാൻഡിൽസൊക്കെ വളരെ വീക്കായിട്ടുള്ള ക്യാൻഡിൽസ് ആയിരിക്കും. വീക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, സ്റ്റിൽ അത്ര ഒരു സ്ട്രോങ് അല്ലാത്ത ക്യാൻഡിൽസ്, മീഡിയം റേഞ്ച് വീക്ക് ക്യാൻഡിൽസൊക്കെ ആയിരിക്കും മോസ്റ്റ്ലി വരുന്നത്. എപ്പോഴും നടക്കണമെന്നില്ല. ഏഷ്യൻ സെഷനിൽ ഞാൻ മിക്കവാറും ഒക്കെ കണ്ടിട്ടുണ്ട്. മാർക്കറ്റ് ഇങ്ങനെ നല്ല രീതിക്ക് മൂവ് ചെയ്യാറുണ്ട്, അതുപോലെ മാർക്കറ്റ് സൈഡ് വേസ് ആവാറുണ്ട്. മോസ്റ്റ്ലി സൈഡ് വേസ് ആയിരിക്കും. സോ ഓപ്ഷൻസ് ചെയ്യുന്നവരാണെങ്കിൽ ബൂത്ത് സ്റ്റോക്സ് ആയാലും അല്ലെങ്കിൽ ക്രിപ്റ്റോ ആയാലും, എസ്പെഷ്യലി ക്രിപ്റ്റോയിലൊക്കെയാണ് നമുക്കത് കുറച്ചുകൂടി പ്രാവർത്തികമാകുന്നത്. ഓപ്ഷൻസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഏഷ്യൻ റേഞ്ചിന് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ഏഷ്യൻ സെഷൻ്റെ ഈ ഒരു സൈഡ് വേസ് മാർക്കറ്റിനെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആക്കാനായിട്ട് പറ്റും. ഒരുപാട് നമ്മുടെ ഡിസ്കൗണ്ട് കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സൊക്കെ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ട്. രണ്ടാമത് വരുന്ന മാർക്കറ്റ് സെഷനാണ് ലണ്ടൻ നമ്മളെ ഏഷ്യനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിലേറ്റീവ്ലി നല്ല വോളറ്റൈൽ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. മോസ്റ്റ്ലി ഏഷ്യ ഒരു സൈഡ് വേസ് ആണെങ്കിൽ ലണ്ടൻ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങോട്ടെങ്കിലും ഒരു സൈഡിൽ ഒരു നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതുപോലെ കുറച്ചും കൂടി വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റ് ആയിരിക്കും, നല്ല രീതിക്ക് മൂവ്മെൻ്റ് ഒക്കെ വരുന്ന മാർക്കറ്റ് ടൈം ആയിരിക്കും. ഈ ഒരു മാർക്കറ്റിൽ ഏഷ്യയുടെ ബിഹേവിയർ അനുസരിച്ച് ഇപ്പോൾ ഏഷ്യ ടോപ്പിലൊക്കെ ഒരുപാട് ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലിക്വിഡിറ്റിയുടെ കൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് വരും. ടോപ്പിലൊക്കെ ഒരുപാട് ലിക്വിഡിറ്റി ചെയ്യുകയാണെങ്കിൽ ലണ്ടൻ നമുക്ക് താഴോട്ട് പോകുമെന്നൊക്കെ പറയാനായിട്ട് പറ്റും. അതൊക്കെ നിങ്ങൾക്ക് വഴി വരുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ലണ്ടനിലെ ട്രേഡ് എടുക്കാനായിട്ട് പറ്റും. നൗ സം ഓഫ് ദ കേസസ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നതാണ്, അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ വരുന്നതാണെന്ന് കൂട്ടിക്കും, ഏഷ്യയും ലണ്ടനും ഒരു സൈഡ് വേസ് ഇതിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏഷ്യ കുറച്ച് സൈഡ് വേസ് ആണെങ്കിൽ ലണ്ടനും ചെറിയൊരു സൈഡ് വേസ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ മൂന്നാമത്തെ ഒരു സെഷനാണ് വരുന്നത്, അവിടെയാണ് ന്യൂയോർക്ക്. നമ്മുടെ എക്കോണമിക് പവർ ഹൗസ് എന്ന് പറയുന്നത് ന്യൂയോർക്കാണ്. ന്യൂയോർക്ക് എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ആകുമ്പോൾ അല്ലെങ്കിൽ ഓപ്പൺ ആകുമ്പോൾ ഈ പറയുന്ന രണ്ട് ഇതും വെച്ചിട്ട് മാർക്കറ്റിൽ ഒരു ഹൈ വോളറ്റൈൽ മൂവ് വരാൻ ചാൻസ് ഉണ്ട്. വോളറ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂയോർക്കാണ്. നല്ല രീതിക്ക് ഹൈ ക്യാൻഡിൽസ്, മേ ബി സിംഗിൾ ക്യാൻഡിൽ പമ്പ് ആൻഡ് ഡംപ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ ന്യൂയോർക്ക് ടൈം സെഷനിൽ. അപ്പോൾ ഏറ്റവും വോളറ്റിലിറ്റി കുറഞ്ഞ മാർക്കറ്റ് സെഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഷ്യയാണ്. ഏറ്റവും വോളറ്റിലിറ്റി കൂടിയ മാർക്കറ്റ് കണ്ടീഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ US ആണ്. വളരെ ഒരു എസ്പെഷ്യലി ഒരു ടിപ്പ് നിങ്ങൾക്ക് തരാനുള്ളത്, ഏഷ്യയിൽ എപ്പോഴും ലിമിറ്റ് ഓർഡർ ഇട്ട് കളിക്കുക. ഏഷ്യയിലെ ലണ്ടനിലും ലിമിറ്റ് ഓർഡർ ഇട്ട് കളിക്കുക. US എത്തുമ്പോൾ മാർക്കറ്റ് ഓർഡർ ഇട്ട് കളിക്കുക. ഈ ഒരു ഇത് പറയാൻ കാരണം US എപ്പോഴും നിങ്ങളുടെ എൻട്രീസ് ഹിറ്റ് ആവണമെന്നില്ല. ഓക്കെ, സോ ഒന്നല്ലെങ്കിൽ ലണ്ടനിൽ എത്തുമ്പോഴേ നിങ്ങളുടെ എൻട്രീസ് പ്ലാൻ ചെയ്ത് വയ്ക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ US നിങ്ങൾ അല്ലെങ്കിൽ ന്യൂയോർക്ക് സെഷനിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഓർഡേഴ്സ് പ്രിഫർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. എൻ്റെ റെക്കമെൻഡേഷനിൽ എപ്പോഴും യൂസ് മാർക്കറ്റ് ഓർഡേഴ്സ്. ഓക്കെ, സോ ഏഷ്യ ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കും, ലണ്ടൻ കുറച്ചും കൂടി വോളറ്റൈലായിരിക്കും, ന്യൂയോർക്ക് ഏതെങ്കിലും ഒരു സൈഡിലോട്ടുള്ള സ്വിഫ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും. മാർക്കറ്റ് സെഷൻസിന് ഇത് എക്സ്ട്രാ ടൂൾസിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. മാർക്കറ്റ് സെഷൻസിൽ നമുക്ക് സെഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡിക്കേറ്റർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മാർക്കറ്റ് സെഷൻസ് ഞാൻ ടേൺ ഓൺ ആക്കിയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സെഷൻസിനെ പറ്റി കാണാനായിട്ട് ഇതെല്ലാം പറഞ്ഞുതരാം.
അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. മാർക്കറ്റ് സെഷൻസ് പ്രിൻസിപ്പിൾ ഇൻട്രാഡേ ബേസിസിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സ്വിംഗ് ട്രേഡ്, ലോ ടൈം ഫ്രെയിം സ്വിംഗ് ട്രേഡ്, ലോ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 hour 2 hour ഒക്കെയുള്ള സ്വിംഗ് ട്രേഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. പൊസിഷണൽ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഹൈ ടൈം ഫ്രെയിം സ്വിംഗ് ട്രേഡൊക്കെ ചെയ്യുന്നവർക്ക് മാർക്കറ്റ് സെഷൻസ് യൂസ്ഫുള്ളായി വരത്തില്ല. ഓക്കെ, ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് ഒരു ജെമ്മാണ്, പറഞ്ഞുതരാം. ഇവിടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഞാൻ ഈ ഒരു റീപ്ലേ ബട്ടൺ ഇവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. മാർക്കറ്റ് സെഷൻസ് അനുസരിച്ചിട്ട് ഇത് കണ്ടോ, ഇതായിരുന്നു ഏഷ്യ ഹൈ. ഏഷ്യ സെഷൻ തുറക്കുന്നത് ഇവിടെ സിഡ്നി ഓപ്പൺ ഉണ്ട്. സിഡ്നി ഓപ്പൺ ആണ് ഏഷ്യ ഓപ്പൺ, അതായത് UTC 9 PM അത് കഴിഞ്ഞ് ടോക്കിയോ ക്ലോസ് ആണ് ഏഷ്യ ക്ലോസ്, അതായത് 9 AM. ഓക്കെ, ഇതിനിടയിൽ ലണ്ടൻ ഓപ്പൺ എന്ന് പറയുന്നത് 7 AM UTC, അത് കഴിഞ്ഞ് ക്ലോസിങ് 4 PM അത് കഴിഞ്ഞ് ന്യൂയോർക്ക് ഓപ്പൺ 1 PM അത് കഴിഞ്ഞ് 10 PM ക്ലോസ് ചെയ്യും. ഇങ്ങനെയാണ് മാർക്കറ്റ് സെഷൻസ് വരുന്നത്. നിങ്ങൾ ട്രേഡിംഗ് വ്യൂ സെറ്റിങ്സിൽ പോയിട്ട് സിമ്പിളിൽ പോയിട്ട് UTC 5:30 കൊൽക്കത്ത, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആണെങ്കിൽ 5:30 കൊൽക്കത്തയും മറ്റ് ടൈം ഫ്രെയിംസ് ആണെങ്കിൽ മറ്റ് ടൈം സോൺസ് ആണെങ്കിൽ അതും സെലക്ട് ചെയ്ത് വയ്ക്കുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ അനുസരിച്ചിട്ട് ഏഷ്യ ഓപ്പൺ ചെയ്തത് 3:30 AM ഓക്കെ, ദെൻ ക്ലോസ് ചെയ്തത് 12:30 PM. അതായത് നമുക്ക് UTC 9 PM ഇറ്റ്സ് ലൈക്ക് 2:30 AM ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് 3:30 AM ആണ്. ബിക്കോസ് ഇതിനിടയ്ക്ക് ഇവിടെയാണ് ആക്ച്വലി തുറക്കുന്നത് ഈ ഒരു ഏരിയയിൽ. ബട്ട് ആക്ച്വലി സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. കാരണം നമ്മുടെ ഇതാണ് മാർക്കറ്റ് ഇതനുസരിച്ചിട്ട് ഇതാണ് മാർക്കറ്റ് സെഷൻ തുറക്കുന്നതെങ്കിലും ചാർട്ട് അനുസരിച്ചിട്ട് ഈ ഒരു ടൈം ഫ്രെയിമിലാണ് വോളറ്റിലിറ്റി സ്റ്റാർട്ട് ആകുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് സ്റ്റാർട്ട് ആയി തുടങ്ങുന്നത്. കാണാനും പറ്റും ഇവിടെ നിന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏഷ്യ തുറന്ന ഉടനെ ഇവിടെ ലണ്ടൻ തുറക്കും. ഏഷ്യ ക്ലോസ് ആയ ഉടനെ ലണ്ടൻ തുറക്കും. ലണ്ടൻ തുറന്നതിന് ശേഷം ലണ്ടൻ 12:30 തുറക്കും, 12:30 PM. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചെറിയ നോയ്സ്. ഓക്കെ, സോ 12:30 ഞാൻ PM എന്നാണ് പറഞ്ഞത്, ആക്ച്വലി AM ആയിരുന്നു. സോറി ഫോർ ദാറ്റ്. നൗ 12:30 AM തുറന്നിട്ട് 8:30 അത് ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾ ന്യൂയോർക്ക് കാണുന്നുണ്ടായിരിക്കും. ന്യൂയോർക്കും ഇതിനിടയ്ക്ക് തുടങ്ങുന്നത് കാണുന്നുണ്ടായിരിക്കും. ഈ ഒരു ഗ്രേ കളറിൽ ഒരു ചെറിയ സോണും കാണും. ഈ സോണുകളെ പറയുന്ന പേരാണ് കിൽ സോൺസ്. കിൽ സോൺസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന് സ്പെസിഫിക് ടൈമിൽ മാർക്കറ്റ് കുറച്ചും കൂടി വോളറ്റൈലായിട്ട് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ നോക്കും, അത് കുറച്ചും കൂടി ലിക്വിഡിറ്റി കളക്ട് ചെയ്യാനായിട്ട് നോക്കും. ആ ഒരു സെനാറിയാണ് നമ്മൾ കിൽ സോൺസ് എന്ന് പറയുന്നത്. കിൽ സോൺസൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണും. ഓക്കെ, ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പോൾ അത് കഴിഞ്ഞ് ന്യൂയോർക്ക് സ്റ്റാർട്ട് ചെയ്തു. ന്യൂയോർക്കിൽ നിങ്ങൾക്ക് കാണാം സ്വിഫ്റ്റ് ആയിട്ടുള്ളൊരു വോളറ്റൈൽ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഏഷ്യ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ഏഷ്യ കണ്ടു വളരെ ഒരു കൺസോൾട്ടേഷനാണ് ഏഷ്യയും ഇതും. കഴിഞ്ഞിട്ട് ഈ ന്യൂയോർക്കിൽ നല്ല മൂവ്മെൻറ്റ് വന്നു. സെയിം ഇവിടെ ഏഷ്യ, പിന്നെ ലണ്ടൻ ഇപ്പോൾ റണ്ണിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ന്യൂയോർക്ക് കണ്ടു വന്ന് ഇടിച്ച് കയറിയത് കണ്ടു. എവിടെ നോക്കിയാലും ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏഷ്യ നല്ല വോളറ്റൈലായിരുന്നു. ലണ്ടൻ കുറച്ച് കൺസോൾട്ടേഷൻ ആയിരുന്നു. ന്യൂയോർക്ക് പമ്പിങ് ആയിരുന്നു. പിന്നെ തൊട്ടിപ്പുറത്ത് നോക്കുകയാണെങ്കിലും ഏഷ്യ കുറച്ച് നല്ല മൂവ്മെൻറ്റ് വന്നായിരുന്നു. ഇത് ആക്ച്വലി നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. പിന്നെ ന്യൂയോർക്കും ലണ്ടനും കൺസോൾട്ടേഷൻ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ മാറി മാറി വരാറുണ്ട്. അത് നമുക്ക് ഓരോ ഇതനുസരിച്ചിരിക്കും. മോസ്റ്റ്ലി നോക്കുകയാണെങ്കിൽ ഏഷ്യ ഭയങ്കര കൺസോൾട്ടേഷനാണ്. ഓക്കെ, നമ്മുടെ കൺസെപ്റ്റ് വരുന്നത് നമ്മുടെ ഏഷ്യ ഹൈ, നമ്മളിപ്പോൾ ഏഷ്യ ഹൈ ലോ ഞാനിവിടെ മാർക്ക് ചെയ്യുവാണ്. ഇതായിരുന്നു ഏഷ്യ ഹൈ, ഇത്. പിന്നെ നമ്മൾ ലോയും മാർക്ക് ചെയ്യും. നമ്മുടെ റൂള് വരുന്നത് ഏഷ്യ ഹൈയിലും ലോയിലും ഒക്കെ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി എങ്ങോട്ടാണ് കളക്ട് ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്കവിടെ ട്രേഡ് എടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്. നമ്മുടെ ഏഷ്യ ഇവിടം വരെ ഹൈ മേഡ് 21,748 ആയിരുന്നു. അപ്പോൾ അവിടെ നല്ല ലിക്വിഡിറ്റി ഉണ്ട്. ലിക്വിഡിറ്റി മീൻസ് സ്റ്റോപ്പ് ലോസസ്, ഓർഡേഴ്സ് എക്സെട്ര. അതുപോലെ ഏഷ്യ ലോ എന്ന് പറയുന്നത് 21,308 ഈ ഒരു ഏഷ്യ ഹൈ ലണ്ടൻ വന്ന് സ്വീപ്പ് ചെയ്യുകയാണ്. സ്വീപ്പിംഗ് എന്നൊക്കെ ലിക്വിഡിറ്റി കൺസെപ്റ്റിൽ പഠിക്കും. സ്വീപ്പ് ചെയ്ത ഉടനെ മാർക്കറ്റിന് ഇവിടെ നിന്ന് ഏഷ്യ ലോയിലോട്ട് ടാർഗറ്റ് ചെയ്യും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് ഒരു ഹൈ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ലോയിലോട്ടായിരിക്കും ടാർഗറ്റ്. ഈ ഒരു സെനാറിയോയിൽ നടക്കുന്നുണ്ട്.
മാർക്കറ്റ് ആക്ച്വലി നല്ല ബോട്ടം വരെ പോകുന്നുണ്ട്, കണ്ടോ. നല്ല രീതിക്ക് ഒരു മൂവ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു മെഗൾ സ്വീപ്പ് ചെയ്തിട്ട് ഒരു നല്ലൊരു സ്വീപ്പ് വന്നായിരുന്നു. വെരി ബേറ്റ്. പിന്നെ ന്യൂയോർക്കിൽ നല്ല രീതിക്ക് പുഷ് ഡൗൺ ചെയ്തു. ന്യൂയോർക്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ റേഞ്ചിൻ്റെ മുകളിലോട്ടൊരു ഇതുണ്ടായിരുന്നു, കണ്ടോ. നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾ ഓർമ്മയുണ്ടോ, റേഞ്ചിൻ്റെ മുകളിൽ ഒരുപാട് സ്വീപ്പിംഗ് വരുവാണെങ്കിൽ താഴോട്ട് പോകുന്നതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. അതുപോലെ ഏഷ്യ ഹൈ ഉണ്ട്, ഏഷ്യ ലോ ഉണ്ട്. സോ ഏഷ്യ ലോയിൽ ലിക്വിഡിറ്റി ഉണ്ട്, അപ്പോൾ അതും എടുക്കാനായിട്ട് ന്യൂയോർക്ക് വന്നായിരുന്നു. പിന്നെ ഇവിടെ ഏഷ്യ ഹൈ ലോ ഞാൻ മാർക്ക് ചെയ്യുകയാണ് ഈ റേഞ്ച് ടൂൾ വെച്ചിട്ട്. അങ്ങോട്ടാണ് ആദ്യം വരുന്നത് നോക്കാം. ഉണ്ടോ, ഏഷ്യ ലോ ആണ് എടുത്തത്, 2 തവണ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് നമുക്ക് ലണ്ടനിൽ പമ്പ് ചെയ്യുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള റൂൾസ് എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് ചെറുപ്പം ഡംപ് ചെയ്തിട്ടാണ് തിരിച്ച് പമ്പ് ചെയ്തത്. എനിവേസ് ഇത് കണ്ടോ, നേരത്തെ പ്രീവിയസ് ഡേ ഏഷ്യ ലോയും കൂടെ എടുത്തിട്ട് അതിന് മുമ്പുള്ള ഏഷ്യ ലോയും കൂടെ എടുത്തുകൊണ്ടോ ഇത്ര ഏഷ്യ ലോസ് എടുത്തിട്ടാണ് മാർക്കറ്റ് പമ്പ് ആയേക്കുന്നത്. സോ ഇനിഷ്യലി നമുക്ക് ഇതിൽ നിന്ന് തന്നെ റീഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും മാർക്കറ്റ് എത്രത്തോളം ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് മാർക്കറ്റിന് എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ. അപ്പോൾ ഇതാണ് മാർക്കറ്റ് സെഷൻസിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, നമ്മളുടെ ലണ്ടൻ ഹൈ, നമ്മുടെ ഏഷ്യ ഹൈ, അതുപോലെ ഇവിടെ പ്രീവിയസ് ന്യൂയോർക്ക് ഓപ്പൺ ചെയ്തിട്ട് നല്ല രീതിക്ക് മാർക്കറ്റ് ഡംപ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഏരിയ മാർക്ക് ചെയ്ത് വെച്ചു. അതുപോലെ ഇത് സപ്ലൈ സോൺ കൂടിയാണ്. ഓക്കെ, ഈ ഒരു ലണ്ടൻ ഹൈയിൽ ന്യൂയോർക്ക് ഹൈയിലുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്തിട്ട് ഈ ഒരു പ്രീവിയസ് ന്യൂയോർക്കിൻ്റെ സപ്ലൈയിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ഡംപ് അയക്കുന്നുണ്ടോ. നല്ല രീതിക്ക് ഡംപ് ആയതായിപ്പോൾ ലൈവായിട്ട് മാർക്കറ്റ് ഡംപായി താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മാർക്കറ്റ് സെഷൻസിൻ്റെ റൂൾസ് വരുന്നത്. റൂൾസ് കറക്റ്റ് നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ടതൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും ഒക്കെ ഓരോന്ന് വെച്ച്. എനിവേസ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെയാണ്. അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇൻഡിക്കേറ്റർ ഉണ്ട്. ഓക്കെ, സ്റ്റിൽ നിങ്ങൾ ഈ ഒരു ഫോറക്സ് ബേബി പിപ്സിൽ വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് അറിഞ്ഞിരിക്കാം. ഫോറക്സ് മാർക്കറ്റ് ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ടൂൾ തന്നെയുണ്ട്. അതിൽ നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ മാർക്കറ്റാണ് ഇപ്പോൾ ലൈവ് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് വരും. സിഡ്നിയുണ്ട്, ടോക്കിയോ, ലണ്ടൻ, പിന്നെ ന്യൂയോർക്ക്, എക്സെട്ര. സോ എനിവേസ് ഇത്രയുള്ളായിരുന്നു നിങ്ങളുടെ മാർക്കറ്റ് സെഷൻസിൻ്റെ വീഡിയോ. മാർക്കറ്റ് സെഷൻസ് എന്ന് പറയുന്നത് സിംപ്ലി ടൈം ഓഫ് മാർക്കറ്റ് വെൻ മാർക്കറ്റ് ഈസ് ആക്റ്റീവ് ഓർ വോളറ്റൈൽ. അപ്പോൾ ഇത് ജസ്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെ ലിങ്ക് ഞാൻ തരാം, അത് ആഡ് ചെയ്യുക. ദെൻ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.